ഹായ്, നമ്മളിന്ന് നോക്കുന്നത് മെസ്സേജ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാന്നുള്ളതാണ്. ഷെഡ്യൂൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആരെങ്കിലും ഒരാളെ കോൺടാക്ട്സ് എടുക്കുക, ആർക്കാണോ നമുക്ക് മെസ്സേജ് അയക്കാനുള്ളതെങ്കിൽ നമ്മൾ അയാളുടെ കോൺടാക്ട്സ് എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരാളെ കോൺടാക്ട്സ് എടുത്തു. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ നിങ്ങളൊരു ഒരു ബട്ടൺ കാണാം. ഓക്കെ, അപ്പോൾ ഈ ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഷെഡ്യൂൾഡ് മെസ്സേജ് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി നിലവിൽ ഏതെങ്കിലും മെസ്സേജ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇതിൽ കാണാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് മെസ്സേജ് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെസ്സേജുകൾ ഒന്ന് ടെക്സ്റ്റ് മെസ്സേജ്, ഒന്ന് മീഡിയ, പിന്നെ ഒന്ന് ഓഡിയോ. ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ഓഡിയോ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിലുള്ള വേറൊരു ഓപ്ഷന് നമുക്ക് റെക്കറിംഗ് ആയിട്ട് നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. മീൻസ് സ്ഥിരമായിട്ട് നമുക്ക് അയക്കേണ്ടതുണ്ടെങ്കിൽ ഒരു പേയ്മെന്റ് ഒരു ആളെ സ്ഥിരമായിട്ട് നമുക്ക് റിമൈൻഡ് ചെയ്യണം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് റെന്റ് കിട്ടാണ്ട്, അപ്പൊ റെന്റ് കിട്ടാനുള്ള നമുക്ക് എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് നമുക്ക് റിമൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ മന്ത്ലി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ നമ്മൾ എന്നാണോ 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി എന്നാണോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ പ്രാവശ്യം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രം പോകുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സ്റ്റാഫിനോട് എന്തെങ്കിലും റിപ്പോർട്ട് ചോദിക്കണം, വീക്കിലി റിപ്പോർട്ട് ചോദിക്കണം, അതല്ലെങ്കിൽ ഡെയിലി ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാണ്ട്, അതല്ലെങ്കിൽ ഒരു വൺ ടൈം മാത്രമാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ മാത്രമേ ചെയ്യാം. ജസ്റ്റ് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ അയക്കണ മെസ്സേജ് തന്നെയാണ്, അതിന്റെ കൂടെ നമ്മൾ ഡേറ്റും ടൈമും കൂടി ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യും, ആ സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്താണോ അയക്കേണ്ടത് അത് വെച്ചു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് സെലക്ട് ചെയ്തു, ഒരു ടൈം നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്കിപ്പോൾ ലൈവായിട്ട് നമുക്ക് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴത്തെ ടൈമിന്റെ കൂടെ 1 മിനിറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിവിടെ കാണിച്ചു, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇത് പല സമയത്ത് നമ്മൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഓർമ്മ വരും ഒരാൾക്ക് മെസ്സേജ് അയക്കണമെന്ന്. പക്ഷെ ആ സമയം ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ പറ്റിയതാവില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ചില സമയത്ത് നമുക്ക് ഓർമ്മ വരും, പിന്നെ എന്ത് ചെയ്യും, നമുക്ക് ആ ഓർമ്മ എന്ത് ചെയ്യും, ചില സമയത്ത് ആ ഓർമ്മ നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ.